الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിനെ ഈ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്നത്. അതോടൊപ്പം ഇങ്ങനൊരു ദുനിയാവുണ്ട്, ഇവിടെ ഒരു ജീവിതമുണ്ട് എന്ന കാര്യം അനുഭവത്തിൽ മറ്റുള്ളവരെ പോലെ നമ്മൾ മനസ്സിലാക്കിയതിന് പുറമെ ഇതെല്ലാം കഴിഞ്ഞു പോയിട്ട് ഒരു പരലോക ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, അതിന് അല്ലാഹു തൗഫീഖ് നൽകിയത് വല്ലാത്ത അനുഗ്രഹമാണ്. അതെങ്ങാനും ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയേനെ. അതുണ്ടായിരുന്നിട്ടും വേണ്ടത്ര ഒരു പരിവർത്തനം ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അംബിയാ മുർസലീങ്ങളുടെ ദഅവത്ത്, പ്രബോധകന്മാരുടെ ദഅവത്ത്, ഇതെല്ലാം തന്നെ ഹിദായത്ത് മനസ്സിലാക്കി കൊടുക്കാനേ പറ്റൂ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ നിനക്ക് കഴിയില്ല. അതേ ഖുർആൻ പറഞ്ഞു, ഇന്നക ലതഹ്ദി, തീർച്ചയായും നീ ഹിദായത്ത് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അഥവാ വ്യക്തമാക്കി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, വിവരിച്ചു കൊടുക്കുക, ഇതൊക്കെ പ്രവാചകന്മാരും പ്രബോധകന്മാരും നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഈസ്വാലുൽ ഹിദായത്ത് ഇലൽ ഖുലൂബ്, മനസ്സിലേക്ക് ഹിദായത്ത് സന്നിവേശിപ്പിക്കുക, ഹിദായത്ത് വിതരണം ചെയ്യുക, അത് സാധ്യമല്ല. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതാണ്. ഹിദായത്തിന് പുറമെ അത് ലഭിച്ചതനുസരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യവും തൗഫീഖും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് തന്നെ ലഭിക്കേണ്ടതാണ്. ഇതിന് മനുഷ്യൻ വില കൊടുക്കണം, അള്ളാഹിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കണമെങ്കിൽ. എന്താണ് വില? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന, എല്ലാം കേൾക്കുക, കേട്ടിട്ട് മുൻവിധിയില്ലാതെ കേട്ടിട്ട് ഏറ്റവും നല്ലതേതാണോ അത് സ്വീകരിക്കുക. അത് സ്വീകരിക്കാൻ വേണ്ടി ജീവിതത്തിൽ എന്തൊക്കെ ഒഴിവാക്കേണ്ടി വരുമോ അതൊക്കെ ഒഴിവാക്കുക. അതന്നെ അതിന്റെ വില. അള്ളാഹുവിന് വേണ്ടി വലാലത്ത് ഒഴിവാക്കുക, എന്നാൽ ഹിദായത്ത് അല്ലാഹു തആല തരും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് നമ്മൾ കേട്ടുവരുന്നത്.
അതിലും ഇത് തന്നെയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ളത്. ആ ഒരു ദിവസത്തെ മത്സരം ഫിർഔനും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിൽ നടന്ന ആ പ്രദേശ നിവാസികൾ മുഴുവനും ഒന്നിച്ചിരുന്ന് കണ്ട ആ മഹാത്ഭുതം, ഒരു ഭാഗത്ത് സിഹ്ർ ജാലവിദ്യ, മറുഭാഗത്ത് മൂസാ നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ച മുഅ്ജിസത്ത്, ഇത് ശരിക്ക് കണ്ടു നിന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് തൗഹീദ് എന്ത് എന്ന് തന്റെ പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. പക്ഷേ അത് ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു അത് നൽകി. അള്ളാഹു ഉദ്ദേശിച്ച വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായിരുന്നു ഫിർഔൻ സംഘടിപ്പിച്ച ആ ആളുകൾ തന്നെ. അവർക്ക് മാറ്റമുണ്ടായി എന്നല്ല, ചരിത്രത്തിന് തുല്യതയില്ലാത്ത മാറ്റമാണ് ഉണ്ടായത്. ഫിർഔനിന്റെ ഒരു ഭീഷണിയും അവരുടെ മുന്നിൽ വരപ്പോയില്ല. അദ്ദേഹം വധഭീഷണി മുഴക്കി, ഞാൻ നിങ്ങളെ കഴുമരത്തിലേറ്റുമെന്ന് പറഞ്ഞു. വല ഉസല്ലിബന്നക്കും, അതിനു പുറമെ ജീവനോടെ നിങ്ങളുടെ കൈകാലുകൾ വിച്ഛേദിച്ച് കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ ഹിദായത്ത് ഹൃദയത്തിൽ ഇറങ്ങിയപ്പോ അവര് പറഞ്ഞ മറുപടി ഖാലു ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു കിട്ടിയ ഈ തെളിവുണ്ടല്ലോ, ഈ തെളിവിനേക്കാൾ നിന്നെ ഞങ്ങൾ തെരഞ്ഞെടുക്കുകയില്ല ഫിർഔൻ. നീയാണ് ഇലാഹ്, നീയാണ് റബ്ബ് എന്നൊക്കെ നീ പറയുന്നുണ്ടെങ്കിൽ അതും വെറും വർത്തമാനമാണ്. മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തന്നത് ബയ്യിനാത്താണ്, വ്യക്തമായ തെളിവാണ്. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നതിന്റെ തെളിവാണ്. വല്ലദീ ഫതറന, ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബാണ് സത്യം. ഇല്ല ഫിർഔൻ, നിന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല. ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബിനേക്കാൾ, അതുപോലെ ഞങ്ങൾക്ക് വന്നു കിട്ടിയ ദൃഷ്ടാന്തങ്ങളെക്കാൾ എന്നും അതിന് തഫ്സീർ നൽകപ്പെട്ടതായി കാണാൻ കഴിയും. എന്നിട്ട് അവർ പറയുകയാണ് ഫിർഔനിനോട് തന്റെ ഭീഷണിക്ക് മറുപടിയായി, ഫഖ്ളി മാ അൻത ഖാം, നീ എന്താ തീരുമാനിക്കുന്നത് അതങ്ങ് തീരുമാനിച്ചോ, നീ വിധിക്കുന്നതൊക്കെ നീ അങ്ങ് വിധിച്ചോ, ഞങ്ങൾ അതൊക്കെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്തോളും. ഈ ദുന്യവിയായ ജീവിതത്തിന് തൗഹീദിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും അത് ക്ഷമയോടുകൂടി ആ വേദന അനുഭവിക്കുന്ന സമയത്ത് അതിലൊരു സമാധാനമുണ്ട്. പ്രതീക്ഷയോടുകൂടി വേദന സഹിക്കുമ്പോ സമാധാനമുണ്ട്. അതല്ലേ പ്രസവ വേദനയിൽ സ്ത്രീകൾക്കുണ്ടാകുന്നത്. മുന്നിലൊരു പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയോടുകൂടിയാണ് വേദന. അതാണ് മുഅ്മിനിന്റെ അവസ്ഥ. ഒരു മുള്ളു തറിക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മുഅ്മിൻ അനുഭവിക്കുന്ന വേദനകൾ മുഴുവനും പ്രതീക്ഷയോടുകൂടിയുള്ള വേദനയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ അവനൊരു ആസ്വാദനമുണ്ട്, അവന് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് കൈകാലുകൾ വെട്ടിമാറ്റുമെന്ന് പറഞ്ഞ് നീ ഭീഷണിപ്പെടുത്തിയാൽ വയങ്ങുന്നവരല്ല ഞങ്ങൾ. ഫിർഔനിന്റെ മുഖത്ത് നോക്കി ഗർജിക്കാൻ അവർക്ക് ധൈര്യം നൽകിയ ഈമാൻ, നീ തീരുമാനിക്കുന്നത് നീ തീരുമാനിച്ചോ. എന്നിട്ട് അവര് പറയുകയാണ്, ഇന്നമാ തഖ്ളി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, ഈ ഐഹികമായ ജീവിതത്തിലല്ലേ നിനക്ക് വിധി പറയാൻ കഴിയുക, പരലോകത്ത് കഴിയില്ലല്ലോ. മാലിക് യൗമുദ്ദീൻ, അതിന്റെ ഉടമ വേറെയാ. ഒരു കുറഞ്ഞ സമയം കൊണ്ട് അവരിൽ കയറിയ തൗഹീദും ആ തൗഹീദ് അനുസരിച്ച് അവര് നടത്തിയ ഈ സംഭാഷണവും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന പ്രസംഗം അതിരൂക്ഷമായി ആ വേദിയിൽ നടന്നിരുന്നു. അതിൽ നിന്നെല്ലാം ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അവർ ഫിർഔനിനെ ദഅവത്ത് ചെയ്യാൻ പെട്ടെന്നുണ്ടായ ആ മാറ്റം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംസാരം അവിടെ നിന്നു. പിന്നെ സംസാരിക്കുന്നത് ഫിർഔനിനോട് സംസാരിക്കുന്നത് ഫിർഔൻ ക്ഷണിച്ചു കൊണ്ടുവന്ന ആളുകളാണ്. മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച
ആ ജാലവിദ്യക്കാർ അവരാണ് സംസാരിക്കുന്നത്. അവര് പറയുന്നു, ഫിർഔൻ, നിനക്ക് കേൾക്കണോ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ വിശ്വസിച്ചിരിക്കുകയാണ്. നീ പറയുന്നല്ലോ നീയാണ് റബ്ബെന്ന്. അല്ല, ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ റബ്ബിനെ വിശ്വസിച്ചു. എന്തിന്? ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട്, അതൊക്കെ പുറത്തു കിട്ടണം. നിന്റെ നിർബന്ധം കൊണ്ട് തന്നെ ഞങ്ങൾ മാരണം ചെയ്തു പോയിട്ടുണ്ട്. മുഅ്ജിസത്തിനെതിരായി മാരണവും കൊണ്ടുവന്നത് ഞങ്ങളാണ്. നിന്റെ നിർബന്ധത്തിനാണ് ഞങ്ങൾ വന്നത്. അത് തെറ്റായി പോയി, അതൊക്കെ ഞങ്ങൾക്ക് പുറത്തു കിട്ടണം. അതിനു വേണ്ടി ഞങ്ങൾ ഈമാൻ കൊണ്ടിരിക്കുകയാണ്. നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ എന്ന് ഫിർഔനിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആ മുവഹ്ഹിദുകൾ, ആ മഹാന്മാർ, എത്ര വലിയ മാറ്റമാണ് അവർക്കുണ്ടായത്. പക്ഷേ ഫിർഔൻ വിട്ടില്ല. അവൻ ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം പ്രഭാതത്തിൽ അവർ സാഹിരീങ്ങളായി, തൗഹീദിന്റെ വൈരികളായി, തൗഹീദിനെ എതിർക്കാൻ വേണ്ടി വന്നവരായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവർ ശുഹദാക്കളായി അല്ലാഹുവിങ്കലേക്ക് പോയില്ലേ? അവര് പറഞ്ഞു റബ്ബിനോട്, അല്ലാഹുവിനോട്, റബ്ബനാ ഫിരിഗ് അലൈനാ സബ്റാ, ക്ഷമിക്കാനുള്ള കരുത്ത് നൽകണേ അല്ലാഹ്, വതവഫനാ മുസ്ലിമീൻ, മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് അല്ലാഹുവിങ്കലേക്ക് തൗഹീദുമായി പോയ ആളുകൾ, അവരെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇതിനാണ് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നത്. അതല്ലാതെ ആളുകൾക്ക് ഐതിഹ്യം കേൾപ്പിക്കാനല്ല, എന്തെങ്കിലും ചരിത്ര ശകലങ്ങൾ മുമ്പെന്തോ നടന്നത് പറഞ്ഞു കേൾപ്പിക്കാനല്ല. ഈമാനിന്റെ പരിവർത്തനം ജീവിതത്തിൽ ഉണ്ടാകണം. തൗഹീദ് മനസ്സിലായാൽ അതനുസരിച്ച് ജീവിക്കുകയും അതിനു വേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും സഹിക്കുകയും അതിന്റെ വൈരികളുടെ മുഖത്ത് നോക്കി ആർജവത്തോടെ, ആണത്വത്തോടെ സംസാരിക്കാൻ കഴിയുകയും ചെയ്യണം. ഇതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവർ ഫിർഔനിനോട് പറയാ, ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ആ സാഹിരീങ്ങളുടെ, അന്ന് ഈ തൗഹീദിനെ എതിർക്കാൻ വന്ന ആളുകൾക്ക് തൗഹീദ് കിട്ടിയപ്പോ, അവര് മഹത്തുക്കളായപ്പോൾ, ആ മുവഹ്ഹിദുകളുടെ വഴലായിരുന്നു ഫിർഔനിനോട് പറയാ, ഫിർഔൻ, കുറ്റവാളിയായി റബ്ബിന്റെ അടുത്ത് ചെന്നാൽ ഫഇന്ന ലഹു ജഹന്നം, നരകത്തിൽ പോകേണ്ടി വരും. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ആ നരകത്തില് മരിക്കുകയില്ല, ജീവിക്കുകയില്ല. ഇവിടെ നിന്ന് നീ ഞങ്ങൾ അങ്ങ് കൊന്നുകളയുമല്ലേ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ. എന്നാൽ കുറ്റകൃത്യവുമായി, ആ അക്രമവുമായി നാളെ മഹ്ശറയിലെത്തിയ നിനക്ക് മരിക്കാനും കഴിയില്ല ഫിർഔൻ. അതുകൊണ്ട് മാറണം. വമൻ യഅതിഹി മുഅ്മിനൻ, ഞങ്ങളെപ്പോലെ ഈമാൻ കൊണ്ടുകൊണ്ട് അല്ലാഹുവിങ്കലേക്ക് പോയാൽ, അത് അമില സ്വാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിച്ചാൽ, ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ, അവർക്ക് അത്യുന്നതമായ പദവിയുണ്ട്. ആ പദവി നിനക്കും ലഭിക്കും. നീയും ഈമാനിലേക്ക് വരണം. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹാ അൽ അൻഹാർ. ഒരു പക്ഷേ നിന്റെ ഈ ഭൗതികമായ ആഡംബരങ്ങളിൽ ആകൃഷ്ടനായിട്ടാകാം സ്വർഗം ഉപേക്ഷിക്കുന്നത്. ഇതുപോലെയല്ല സ്വർഗം. ആ സ്വർഗത്തിൽ ഈ നെയിലിനേക്കാൾ എത്രയോ നല്ല നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് സുഖാനുഭൂതികളുണ്ട്. ഖാലിദീന ഫീഹാ, അവിടെ നിത്യവാസികളായിരിക്കും. വദാലിക ജസാഉ മൻ തസക്ക, പരിവർത്തനമുണ്ടാകുന്ന, ജീവിതത്തെ തിരുത്തുന്ന, തസ്കിയത്തിന് തയ്യാറാകുന്ന ആളുകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവർ വയറ് പറഞ്ഞു കൊടുക്കുകയാണ് ഫിർഔനിനോട്. പക്ഷേ അള്ളാഹുവിന്റെ ശത്രുവായി തന്നെ ജീവിച്ച് മരിച്ചു പോകാൻ തീരുമാനിച്ച ആ മനുഷ്യരുണ്ടോ? പരിവർത്തനമുണ്ടാകുന്നു. കൃത്യമായി അവരവരുടെ കർത്തവ്യം നിർവഹിച്ചുവെന്നും അവരെ ഏത് രൂപത്തിലാണ് ഫിർഔൻ നശിപ്പിച്ചത്, അദ്ദേഹത്തിന് അതിന് സാധിച്ചോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമില്ലെങ്കിലും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗത്ഭരായ മുഫസ്സിറുകൾ പറയുന്നത് ഫിർഔൻ അവന്റെ ശിക്ഷ നടപ്പിലാക്കി എന്നതാണ്. ഇവിടെ ജീവിക്കുന്ന സമയത്ത്
പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും നമുക്കുണ്ടാകും. മരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും പലവിധ ആഗ്രഹങ്ങളും, അതൊക്കെ ഈ ദുനിയാവിലുള്ള നൈമിഷികമായ ആഗ്രഹങ്ങൾ മാത്രമാണ്. നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഒരവസ്ഥ ആഗ്രഹിക്കാത്ത ആരുമില്ല. അടിസ്ഥാന ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, വീട്, ഇതിനൊക്കെ കുടുങ്ങിപ്പോകരുത്, ഉള്ളത് തീർന്നു പോകരുത്, നശിച്ചു പോകരുത്, അഭിവൃദ്ധിപ്പെടണം, കടത്തിലായി പോകരുത്. ഇത് ഏതാണ്ട് എല്ലാ ആളുകളുടെയും ആഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യം ഇവിടെ ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആരോഗ്യമുള്ള ഒരു ജീവിതമായിരിക്കണം, രോഗത്തിൽ കുടുങ്ങിപ്പോകരുത്. പണ്ട് കാലത്തൊക്കെ പ്രായമായവരിൽ മാത്രം കണ്ടുവരുന്ന പല അസുഖങ്ങളും ചെറുപ്പക്കാരിൽ ഇന്ന് സുലഭമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രമേഹം, അതുപോലെ രക്തസമ്മർദ്ദം, ഇതുപോലുള്ള പല പല രോഗങ്ങൾ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പലവിധ രോഗങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് നല്ല സ്നേഹബന്ധങ്ങൾ വേണം, ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾ വേണം. ആളുകൾ ചതിക്കരുത്. നമ്മൾ അവിടെ കുടുങ്ങിപ്പോയാലും അവിടെയൊക്കെ നമ്മെ സഹായിക്കാൻ ബന്ധുക്കളും സ്നേഹിതന്മാരും കുടുംബങ്ങളൊക്കെ ഉണ്ടാകണം. ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ഈ ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും അതിന് എല്ലാം പുറമെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമുക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട്, ഇതുമായാണ് നമ്മളൊന്ന് താരതമ്യം ചെയ്യേണ്ടത്. നമ്മുടെ ഈ ഐഹിക ജീവിതം നമ്മെ സ്വാധീനിച്ച അത്ര ആഖിറം നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് കൃത്യമായി നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അവർക്ക് എത്ര വലിയ വധഭീഷണിയും എന്തെല്ലാം വലിയ ദുരിതങ്ങളും തൊട്ട് മുന്നിൽ വന്നു നിൽക്കുന്ന സമയത്താണ് അവർക്ക് ഇത്രയും വലിയ ഈമാനും അതിനനുസരിച്ചുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മളിവിടെ എത്ര ആഗ്രഹിച്ചാലും ഈ ദുനിയാവിൽ നമുക്കത് ലഭിക്കുകയില്ല. കാരണം അതിന് പല കാരണങ്ങളുമുണ്ട്. ദാരിദ്ര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഐശ്വര്യം മാത്രമേ ദുനിയാവിലുള്ളൂ. ദാരിദ്ര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഐശ്വര്യം, അതല്ലാത്ത ഐശ്വര്യം സ്വർഗത്തിലേ ഉള്ളൂ. രോഗമുണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യം മാത്രമേ ദുനിയാവിലുള്ളൂ. ആ രൂപത്തിലാണ് മനുഷ്യന്റെ ശരീരത്തെ അല്ലാഹു തആല നിർമ്മിച്ചത്. അങ്ങനെയാണ് ഈ ദുനിയാവിനെ അല്ലാഹു തആല നിർമ്മിച്ചത്. ആഗ്രഹിച്ചത് മാത്രം ലഭിക്കുന്ന ഇടം അതിതല്ല. ഇത് പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയുക എന്നതാണ് ഹിദായത്ത്. അതാണ് തുടക്കത്തിലെ പറഞ്ഞത്. അത് തിരിച്ചറിയാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകിയെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അസുഖമില്ലാത്ത ഒരു ജീവിതം, ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം, ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കാൻ, ആസ്വദിക്കാൻ പണിയെടുക്കേണ്ടാത്ത ഒരു ജീവിതം, ആ ജീവിതം ആഖിറത്തിലേ ഉള്ളൂ. ഇവിടെ ഒരല്പം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ പണിയെടുക്കണം അത് സാധ്യമായി ലഭിക്കാൻ. ഒരു വീട് ആഗ്രഹിച്ചെങ്കിൽ എത്ര കാലം പണിയെടുക്കണം. അപ്പോൾ ദുനിയാവിലുള്ള ആഗ്രഹം നടക്കണമെങ്കിൽ ഒരുപാട് പണിയെടുക്കണം. ആഖിറത്തിലോ ആഗ്രഹിച്ചാൽ മതി, പണിയൊന്നും എടുക്കേണ്ടതില്ല. കൃത്യമായി അല്ലാഹു തആല ഖുർആനിൽ അതെല്ലാം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. ഏതായാലും ഈ പ്രബോധന പരിപാടി അവിടെ നടന്നപ്പോ ജനങ്ങൾ രണ്ട് വിഭാഗമായി അങ്ങ് മാറി. ആദ്യം ഒരു വിഭാഗമേ ഉള്ളൂ, ഫിർഔന്റെ ആൾക്കാർ മാത്രം ഉണ്ടായത്. പിന്നെ കിബുത്തികൾ വേറെ, ഇസ്രായേല്യര് വേറെ. അടിമവേല ചെയ്യിപ്പിച്ച, അടിമപ്പണിയെടുത്തിരുന്ന ഇസ്രായേല്യർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പക്ഷം. മുതലാളി വർഗം, കിബുത്തി വർഗം, അത് ഫിർഔനിന്റെ പക്ഷം. രണ്ട് പക്ഷക്കാരായി. എന്നാ പിന്നെ അങ്ങനെ ഒരു ഒഴുക്കം മട്ടിലങ്ങ് പോകട്ടെ എന്നാണ് ഫിർഔൻ വിചാരിച്ചത്. കാരണം കൂട്ടിയിട്ട് കൂടുന്നില്ല, കളിച്ചിടത്തോളം തോറ്റിട്ടാണുള്ളത്. അത് കൊട്ടാരത്തിന്റെ അകത്തു നിന്നാണെങ്കിലും ശരി, പുറത്തുള്ള പരസ്യമായ വേദിയിൽ വെച്ചാണെങ്കിലും ശരി,
മൂസയോട് ഏറ്റുമുട്ടിയിടത്തോളം തോറ്റിട്ടാണുള്ളത്, അങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് ഫിർഔൻ വിചാരിച്ചു. പക്ഷേ ഫിർഔനിന്റെ ആളുകൾ ഫിർഔനെ വിട്ടില്ല. ഖുർആൻ പറയാ വഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ, ഫിർഔനിന്റെ ജനതയിൽപ്പെട്ട പ്രഗൽഭന്മാര് പറഞ്ഞു അതദറു മൂസ വഖൗമഹു ലിയുഫ്സിദു ഫിൽ അർളി വയദറക വആലിഹതക, നീ മൂസയെയും അതുപോലെ മൂസയുടെ ജനതയാകുന്ന ഈ ഇസ്രായേല്യരെയും ഇങ്ങനെ വെറുതെ വിടുകയാണോ? വയദറക വആലിഹതക, നിന്നെയും നിന്നെ ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥക്ക് നീ മാറ്റമുണ്ടാക്കുകയാണോ? നീയല്ലേ ഇലാഹ്, നീയല്ലേ റബ്ബ്. അതല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. ഇപ്പോ കുറെ ആളുകൾ മൂസാന്റെ കൂടെ കൂടി അതൊരു പാർട്ടിയായില്ലേ, നീ അവരെ അങ്ങനെ ജീവിക്കാനങ്ങ് വിടുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് സ്വന്തം പക്ഷത്തുള്ള പ്രഗത്ഭന്മാരായ ആളുകൾ ഫിർഔനിന്റെ നേരെ തിരിയുകയും ഫിർഔനിനോട് ചോദിക്കുകയും ചെയ്തപ്പോൾ ഒരു തീരുമാനം പറയാതെ ഫിർഔനിന് പറ്റിയില്ല. അദ്ദേഹം പറയാണ് ഖാല, ഫിർഔൻ പറഞ്ഞു സനുഖത്തിലു അബ്നാഅഹും വനസ്തഹീ നിസാഅഹും, നമ്മൾ നമ്മുടെ ആദ്യത്തെ ശിക്ഷാ നടപടി വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. അതായത് ഇവരെ ഇനി വളരാൻ വിട്ടൂടാ, ഇവരുടെ ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളയണം, പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ വിടണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തിന് മുമ്പ് ഈ ഒരു പരിപാടി ഒരു സ്വപ്നത്തിന്റെ പേരിൽ തുടങ്ങിയത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ ആ പരിപാടി വീണ്ടും ആവർത്തിക്കുകയാണ്. അതിനേക്കാൾ എത്രയോ ശക്തമായിട്ട് ഇവരുടെ വംശപരമ്പര വളരാൻ പാടില്ല, വംശീയ ഹത്യ നടത്തണം, ഇവരെ നമുക്ക് കൊന്നു തീർത്തു കളയണം. ഇതാണല്ലോ തൗഹീദിന്റെ മറുപക്ഷത്തുള്ള ആളുകള് ഏത് കാലത്തും സത്യത്തിന്റെ വൈരികളുടെ മനസ്സിലുദിക്കുന്ന കാഴ്ചപ്പാട്. അവര് വീണ്ടും ആ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ ഇസ്രായേല്യർ മൂസാ നബി അലൈഹിസ്സലാമിന്റെ നേരെ വന്നുകൊണ്ട് അവര് പറഞ്ഞു, അല്ല മൂസ, ഇതെന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളിനി എന്ത് ചെയ്യും? ഉടനെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, നിങ്ങളും തഞ്ചം നോക്കി തീവ്രവാദ പ്രവർത്തനം നടത്തിക്കോ, കിട്ടുന്നിടത്തുനിന്നൊക്കെ ഓരോന്നിനെ തട്ടാൻ നിങ്ങളും ശ്രമിച്ചോ എന്നല്ല. മറിച്ച് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് റബ്ബിനോട് പറയുക, അള്ളാഹുവിനോട് പറയുക. കാരണം അള്ളാഹുവിന്റെ പേരിലാണ് ഇതെല്ലാം നമ്മൾ സഹിക്കേണ്ടി വരുന്നത്. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അണികളെ അള്ളാഹുവുമായി കൂട്ടിക്കെട്ടുന്ന, അവരുടെ മനസ്സ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വളരെ സുന്ദരമായ പ്രവർത്തനത്തിന് മൂസാ നബി അലൈഹിസ്സലാം നേതൃത്വം നൽകുകയും അണികളെ അതിന് സജ്ജമാക്കുകയും ചെയ്യുകയാണ്. അവരെത്രയോ കടുത്ത് പറഞ്ഞു നോക്കി. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, മൂസ, നീ ജനിക്കുന്നതിന് മുമ്പോ നീ ജനിച്ചതിന് ശേഷവും ഇപ്പോൾ ഈ ആശയവുമായി വന്നതിന് ശേഷവും എല്ലാം ഞങ്ങൾ ഒരുപോലെയാണല്ലോ അനുഭവിക്കുന്നത്. ഒക്കെ നിനക്ക് വേണ്ടിയാണല്ലോ മൂസ. നീ ജനിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിലുള്ള മക്കളെ നിന്റെ കാരണത്താൽ കൊന്നുകളയുന്ന അവസ്ഥയുണ്ടായി. ഇപ്പോൾ ഈ ആദർശവുമായി വന്നപ്പോ അതിനു വേണ്ടിയും ഞങ്ങളെ തന്നെ കൊല്ലുന്ന അവസ്ഥയുണ്ടായി. ഈ രൂപത്തിന് വരെ മൂസാ നബി അലൈഹിസ്സലാമിനോട് അണികൾ സംസാരിച്ചതും ആ പ്രബോധകരായ മൂസാ അലൈഹിസ്സലാം അതെല്ലാം ക്ഷമിച്ചതും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള പരിപാടിയല്ല. അണികളുടെ സപ്പോർട്ട് പൂർണ്ണമായി ലഭിച്ചോളണമെന്നില്ല. അള്ളാഹു ഏൽപ്പിക്കുന്ന വലിയ ഒരു ദൗത്യമാണ്. ആ ദൗത്യം അള്ളാഹു പറഞ്ഞതുപോലെ നിർവഹിക്കുക, അതിന് വിജയിക്കുക എന്നതാണ് ദഅവാ പ്രവർത്തനത്തിലുള്ള വിജയം. ഓരോ വ്യക്തികളെയുമാണ് അള്ളാഹു താല പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കൃത്യമായി അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ ധീര പ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽഅദീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
وعلى آله الفائزين برضا الله. أوصيكم عباد الله وإياي بتقوى الله. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജനസംഖ്യ കുറക്കുക എന്ന ചിന്താഗതി എല്ലാ സമൂഹത്തിലും അതത് കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ മനുഷ്യർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്. മനുഷ്യനാണോ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് തോന്നിപ്പോകും. അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങൾ മക്കളെ കൊല്ലരുത്. ഖശിയത്ത ഇംലാക്ക്, ദാരിദ്ര്യം പേടിച്ചിട്ട്. നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും, ഞാനാണ് അവർക്കും നിങ്ങൾക്കും എല്ലാം ഭക്ഷണം നൽകുന്നത്. പറഞ്ഞു വന്നത്, അന്ന് ഫിർഔൻ നടപ്പിലാക്കിയ ആ പ്രവർത്തനം ഇന്നും നടപ്പിൽ വരുത്താൻ പല രൂപത്തിലും ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ രീതി, ആ പ്രാകൃത രീതി നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ തത്തുല്യമായി ആ ഉദ്ദേശം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ പല രാജ്യങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞു. അതിന്റെ ദുരന്തം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പൊ അടുത്ത് ചൈനയിൽ വന്ന പ്രോത്സാഹന സമ്മാനം പ്രഖ്യാപിച്ചത്, കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ $500 മാതാപിതാക്കൾക്ക് നൽകുമെന്നാണ്. കാരണം അവിടുത്തെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടു 2 മതി 1 മതി എന്ന മുദ്രാവാക്യങ്ങളൊക്കെ കേട്ടു. ഭ്രൂണഹത്യകൾ അത് ഒരുപാട് നമ്മുടെ ചെറുപ്പകാലത്ത് അതല്ലെങ്കിൽ പോയ കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ ദാരുണമായ സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്നാൽ അതെല്ലാം എതിർക്കപ്പെടുന്ന സംഗതികളായതുകൊണ്ട് ഇന്ന് വിവാഹം തന്നെ വേണ്ട, എന്നിട്ടല്ലേ കുടുംബം, എന്നിട്ടല്ലേ കുട്ടികൾ എന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാദ്യം സ്ത്രീകളെ ബോധവൽക്കരിക്കുകയാണ് ചെയ്തത്. അവരുടെ ആ പിഴച്ച ചിന്ത അവരിലേക്ക് പ്രസരിപ്പിക്കാൻ. ഒരു പേറ്റുയന്ത്രമല്ല, കേട്ടാൽ നല്ല ഒരാശയമാണ്. ഈ രൂപത്തിലൊക്കെ പറഞ്ഞ് കല്യാണം തന്നെ വേണ്ട, എന്നിട്ടോ പുതുതലമുറയെ, ഇനി ഉണ്ടാകാൻ പോകുന്ന തലമുറകളെ ഇല്ലാതാക്കുകയും ഇനി ഒരു കുടുംബമെന്ന അടിസ്ഥാനമായ സംഗതിയിൽ നിന്ന് തന്നെ ഇപ്പൊ നിലവിലുള്ളവരെ വരെ പിഴുതെടുക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അന്ന് ഫിർഔൻ നടപ്പിലാക്കിയത് അന്നുള്ള ആളുകൾക്ക് തടയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കും തടയാൻ പറ്റാത്ത രീതിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും സംഗതികൾ നടന്നുകൊണ്ടേയിരിക്കും. നിസ്സഹായരായി നോക്കി നിൽക്കുക എന്നല്ലാതെ ആർക്കും ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥ ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. എന്താ ചെയ്യാൻ കഴിയുക? അത്തരമൊരു ചിന്താഗതി വളർന്നു വന്നാൽ ഇപ്പോഴുള്ള പള്ളിയും അതുപോലുള്ള പ്രവർത്തനവും കുടുംബവും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ചെറുപ്പക്കാരെ മാറ്റി നിർത്തിയാൽ പൊതുവെ വളർന്നു വരുന്ന മക്കളുടെ, ഈ കാലഘട്ടത്തിലുള്ള മക്കളുടെ അവസ്ഥ എന്താ? അടിച്ചു പൊളിച്ചങ്ങ് ജീവിച്ചു കളയണം എന്നതിൽ കവിഞ്ഞ് തന്നെ കൊണ്ട് വല്ല ഹെൽപ്പും കുടുംബത്തിന് അങ്ങോട്ട് ചെയ്യണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. മാതാപിതാക്കളെയൊക്കെ അടിച്ചു കൊല്ലുന്ന മക്കളുടെ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോ പലരെയും അടിച്ചു കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ, അവർക്ക് അതിനവസരം കിട്ടാത്തത് കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹെൽപ്പും ചെയ്യാത്ത വിധത്തിൽ സ്വന്തം അങ്ങ് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിനൊന്നും യാതൊരു വിലയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നിരന്തരമായി ആളുകളോട് ഹെൽപ്പിനെ സംബന്ധിച്ച് പറയാറുണ്ടായിരുന്നു, ബോധവൽക്കരണം നടത്താറുണ്ടായിരുന്നു. അതായത് ഒരു മനുഷ്യന്റെ കയ്യിൽ മിച്ചമുള്ളത് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. സഹാബാക്കൾ പറയുന്നു, റസൂലുള്ളാഹി അങ്ങനെ എണ്ണി. ഒരു യാത്രാവേളയിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ വാഹനമുള്ളവൻ ഇല്ലാത്തവനെ അതിന്റെ മുകളിൽ കയറ്റണം, അതുപോലെ ഭക്ഷണം ഉള്ളവൻ ഇല്ലാത്തവർക്ക് കൊടുക്കണം. അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞപ്പോ മിച്ചമുള്ള ഒന്നിലും ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് തോന്നിപ്പോകുമാറ് ഹെൽപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ പ്രവാചകന്റെ ഒരു കാലഘട്ടം ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത് ആലോചനയേ ഇല്ല. തിന്നാനുള്ളത് തീന്മേശയിൽ കിട്ടിയാൽ തിന്നോളും. ചെറുപ്പകാലത്ത് ഭക്ഷണത്തിന്റെ കുറവായിരുന്നു, ശിക്ഷണത്തിന്റെ കുറവില്ല. ഇന്നോ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, ശിക്ഷണമില്ല. തോന്നിവാസം നടന്നുകൊണ്ടിരിക്കുന്ന തലമുറ, അവരെ പേടിച്ചിട്ടൊന്നും പറയാതെ നിൽക്കുന്ന രക്ഷിതാക്കൾ, ആ ഒരവസ്ഥയിലേക്ക് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭദ്രമായ കുടുംബ ജീവിതത്തിന്റെ ആശയത്തിലേക്ക് ആളുകളെ കൊണ്ടുവരികയും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയും അങ്ങനെ പരലോക ചിന്ത ഉണ്ടാക്കുകയും നമ്മുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം തിരിഞ്ഞു നടക്കണം. അതിന്റെ ഭവിഷ്യത്ത്, അതുപോലെ പറയാത്തതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ അഭാവത്തിന്റെ ദുരന്ത ഫലം എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പൂർണ്ണമായി അള്ളാഹുവിൽ അർപ്പിച്ച് ദുനിയാവായി തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. കുടുംബ ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന മാനസികാവസ്ഥ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിവിന്റെ പരമാവധി മറ്റുള്ളവരെ കൂടി പരിഗണിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും പരിശുദ്ധ ദീനിനും ഉപകാരമുള്ള മക്കളായി അള്ളാഹു വളർത്തി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.